നമ്മൾ കഴുകിയിടുന്ന തുണികൾ എങ്ങനെയാണ് തിളയ്ക്കാതെ തന്നെ ഉണങ്ങിപ്പോകുന്നത്? വെള്ളം തിളച്ചാവിയാകാൻ 100 ഡിഗ്രി ചൂട് വേണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ 25 ഡിഗ്രിയിലും വെള്ളം തിളയ്ക്കാതെ തന്നെ ആവിയാകുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ലോകത്തിന് മുന്നിൽ തെളിയിച്ചൊരു ജീനിയസ് ഉണ്ട്, ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ഇതാണ് മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ്. ഇത് നോക്കിയാൽ കാര്യം മനസ്സിലാകും. ഒരു തുള്ളി വെള്ളത്തിലെ എല്ലാ മോളിക്യൂൾസും ഒരേ സ്പീഡിലായിരിക്കില്ല. ഏറ്റവും കൂടുതൽ മോളിക്യൂൾസിനുള്ള സ്പീഡാണ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്. 25 ഡിഗ്രിയിൽ ഇത് 524 മീറ്റർ/സെക്കൻഡ് ആണ്, അതായത് ശബ്ദത്തിനേക്കാൾ വേഗം. ഈ ഗ്രാഫിന്റെ വലത്തെ അറ്റത്തേക്ക് നോക്കിയാൽ അവിടെയുള്ള മോളിക്യൂൾസിന്റെ സ്പീഡ് വളരെ കൂടുതലായി കാണാം. ഇത് 1000 മീറ്റർ/സെക്കൻഡിന് മുകളിൽ പോകും. ഹൈഡ്രജൻ ബോണ്ട് തകർത്ത് സർഫസിൽ നിന്നും രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. ഇനി ടെമ്പറേച്ചർ 60 ഡിഗ്രി ആക്കിയാൽ ഗ്രാഫ് വലത്തേക്ക് നീങ്ങും. മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് 554 മീറ്റർ/സെക്കൻഡ് ആകും. മാത്രമല്ല വലത്തെ അറ്റത്തുള്ള സ്പീഡ് കൂടിയ ആളുകളുടെ എണ്ണവും ഒരുപാട് കൂടും. ഏത് ടെമ്പറേച്ചർ എടുത്താലും ഇതുപോലെ വലത്തെ അറ്റത്ത് സ്പീഡ് കൂടിയ കുറച്ച് പേരുണ്ടാകും. അവരാണ് ഇവാപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഇവാപ്പറേഷൻ ഒരു ഹൈലി സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിനോമിനൻ ആണ്. ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഈ ഹൈ എനർജി മോളിക്യൂൾസ് ചാടിപ്പോകുമ്പോൾ ബാക്കിയുള്ള വെള്ളത്തിന് തണുപ്പ് അനുഭവപ്പെടും. കാരണം ടെമ്പറേച്ചർ എന്നാൽ മോളിക്യൂൾസിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി കൂടിയവർ ചാടിപ്പോയതുകൊണ്ട് ആവറേജ് കുറയും. ഇതുകൊണ്ടാണ് വിയർപ്പുണങ്ങുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് തോന്നുന്നത്.